ഹലോ ഫ്രണ്ട്സ്, ദിസ് സൗണ്ട്സ് ഗുഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് റിജോ. അപ്പോൾ കുറച്ച് നാളായിട്ട് കമൻറ്റുകളിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരു ഹെഡ്ഫോണിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തണം, ഏത് ഹെഡ്ഫോൺ സെലക്ട് ചെയ്യണം, എങ്ങനെയുള്ള ഹെഡ്ഫോൺ സെലക്ട് ചെയ്താൽ നന്നായിരിക്കും, നല്ല ലിസണിങ്ങിന് പറ്റിയ ഹെഡ്ഫോൺ ഏതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെഡ്ഫോൺ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണിത്. ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്, ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയില്ല. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സിങ് പ്ലസ് നിങ്ങൾക്ക് ഹെഡ്ഫോണിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബെയർ ഡൈനാമിക് എന്ന് പറയുന്ന കമ്പനിയുടെ DT990 Pro എന്ന് പറയുന്ന ഹെഡ്ഫോണിൻ്റെ അൺബോക്സിങ് പ്ലസ് അതിൻ്റെ റിവ്യൂ വലുതായിട്ടുണ്ടാവില്ല, എന്നാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. കൂടുതലായിട്ട് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്കൊരു ഹെഡ്ഫോൺ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് എങ്ങനെ ഒരു നല്ലൊരു ഹെഡ്ഫോൺ സെലക്ട് ചെയ്യാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തും. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ എന്നോട് ചോദിക്കാം. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടതോ ഇതിന് മുമ്പ് ഉള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടും ചോദിക്കാം, മെസ്സേജായിട്ടും ചോദിക്കാം. കമൻറ്റായിട്ട് ചോദിച്ചിട്ട് ഉത്തരം തരാൻ പറ്റാത്ത വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ബെയർ ഡൈനാമിക്കിൻ്റെ DT990 Pro എന്ന് പറയുന്ന ഹെഡ്ഫോൺ. അതിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഈ കാണുന്നതാണ് ഹെഡ്ഫോൺ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. പിന്നെ അത് ഇട്ട് വെക്കാനുള്ളൊരു കവറും കൂടിയുണ്ട്. ഇത്രയും മാത്രമാണ് ആ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഹെഡ്ഫോൺ. ബെയർ ഡൈനാമിക് DT990 Pro 250 ohms എന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 250 ohms എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ പല ടൈപ്പ് ഇമ്പിഡൻസസ് ഈ പ്രൊഫഷണൽ ഹെഡ്ഫോൺസിലൊക്കെ ഇതിൻ്റെ ഇമ്പിഡൻസ് വാല്യൂ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കൊമേഴ്ഷ്യലിനകത്ത് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ആരും അതത്ര വലിയ കെയർ ചെയ്യാറില്ല, നമ്മൾ നോക്കാറില്ല. പക്ഷേ ഹൈഫൈ ഓഡിയോസൊക്കെ ഉള്ള എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇമ്പിഡൻസ് വാല്യൂയും കൂടെ ചെക്ക് ചെയ്യും. അതായത് ഈ 250 ohms ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 50 ohmsൻ്റെ ഇമ്പിഡൻസിന് വേണ്ടിയിട്ട് ഇതിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും പവർ നമ്മൾ കൊടുത്താൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ളൊരു ലെവലിലുള്ള റെഫറൻസ് നമുക്ക് ഈ ഇതിനകത്തുനിന്ന് സൗണ്ടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തന്നെ DT770 Pro എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ഫോൺ ഉണ്ട്. ഇതിന് പല വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ 35 ohms ഉണ്ട്, 80 ohms ഉണ്ട്, 250 ohms ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 35-80 ohms ഒക്കെ ഉള്ള ഹെഡ്ഫോണുകളെന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ഉള്ള ഹെഡ്ഫോണുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യും. പക്ഷേ ഈ 250 ohms ഒക്കെ ഉള്ള ഹെഡ്ഫോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ആംബിങ് കൊടുക്കണം. ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു പവർ നമ്മളതിൽ കൊടുത്താൽ മാത്രമേ അതൊരു നോമിനലായിട്ടുള്ളൊരു ലെവൽ കിട്ടുള്ളൂ. പക്ഷേ അത്രയും കൊടുത്ത് നമ്മൾ ആ ഒരു നോമിനൽ ലെവലിൽ നമ്മൾ സാധാരണ ഹെഡ്ഫോണിൻ്റെ ലെവലിൽ നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഹെഡ്ഫോണിൻ്റെ ലെവലിൽ എത്തണമെങ്കിൽ അത്രയും വേണം. അപ്പോൾ ആ ലെവലിൽ നമ്മളിത് കേട്ട് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയിൽ വളരെ നല്ലൊരു രീതിയിൽ നമുക്കൊരു ഓഡിയോനെ മിക്സ് ചെയ്യാനും മാസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു കേപ്പബിലിറ്റി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ നമുക്കിതിനകത്തൂടെ കേൾക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി മെറ്റലാണ്. ഇതിൻ്റെ ഈ ബോഡി എന്ന് പറയുന്നത് മെറ്റൽ ഇതാണ്. ഈ ഭാഗമെല്ലാം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല ഡ്യൂറബിളാണ്. പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് പോലെയാണ്. അതായത് ഇതിന് പാർട്സ് നല്ല ഡ്യൂറബിളുമാണ്, എന്നാൽ നമുക്കിതിൻ്റെ പാർട്സൊക്കെ റീപ്ലേസബിളുമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന് ഇത് പൊട്ടിപ്പോയൊക്കെ ചെയ്താൽ നമുക്കിത് മാറ്റി ഒക്കെ കിട്ടും. നമുക്ക് സർവീസിന് വലിയ ബുദ്ധിമുട്ട് വരണില്ല. അപ്പോൾ ഇത് മെറ്റാലിക് പീസ് ആയതുകൊണ്ട് നമുക്ക് വെക്കുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ക്വിഷ്യൻ തന്നിട്ടുണ്ട്. അത് വെക്കുമ്പോൾ നല്ല സുഖമാണ്.
ഇപ്പോൾ നമുക്ക് കൂടുതൽ ഇവിടെ ഈ ഭാഗത്തൊന്നും വലിയ പെയിനൊന്നും വരത്തില്ല. ചിലതിനകത്തൊന്നും മറ്റൊരു പ്ലാസ്റ്റിക് ബോഡി മാത്രമല്ലേ വരത്തുള്ളൂ. അപ്പം സപ്പോസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു സാധാരണ ഹെഡ്ഫോൺ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപയുടെയൊക്കെ ഹെഡ്ഫോണാണ്. അപ്പോൾ ഞാനിതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേറൊരു മുമ്പുള്ള വീഡിയോസിലൊക്കെ നോക്കി കാണാം. അപ്പോൾ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇത് കുറേ നേരമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു വേദനയൊക്കെ വരും, നല്ല ടൈറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ ചെറിയ ലിസണിങ്ങിനും ഇപ്പോൾ ഒരു മിക്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഓടിച്ച് സാധാരണ ഹെഡ്ഫോണുകളിൽ കേട്ടാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ചെക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഹെഡ്ഫോണുകളിലൊന്നാണത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ചെവിയിൽ വെക്കുന്ന ഭാഗം, ഇതും ഭയങ്കര സോഫ്റ്റ് ക്വിഷനാണ്. ഒരു വെൽവെറ്റ് ക്ലോത്തിനകത്ത് വന്നിരിക്കുന്നൊരു ക്വിഷനാണ്. ഇതും വെക്കാൻ നല്ല സുഖമാണ്. പിന്നെ വലിയൊരു പിന്നെ സ്പീക്കർ മൗണ്ടിങ് ആയതുകൊണ്ട് നമുക്കിത് ചെവിയിൽ വെക്കുമ്പോൾ ഫുൾ കവർ ചെയ്ത് വരും. ഇതിന് പറയുന്നത് ഓവർ ദ ഇയർ ഹെഡ്ഫോൺ എന്നാണ് പറയുന്നത്. അതായത് ഹെഡ്ഫോൺ നമ്മുടെ ചെവിക്ക് പുറമേ ഇരിക്കും. അല്ലാതെ ഉള്ളത് ഓൺ ദ ഇയർ ഉണ്ട്, അതായത് നമ്മുടെ ചെവിയുടെ പുറത്തിരിക്കുന്ന ഓൺ ദ ഇയർ ഉണ്ട്. അതായത് ചെവി ഇങ്ങനെ നന്നായിട്ട് ക്ലോസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്ന ഓൺ ദ ഇയർ. ഇപ്പോൾ ഞാൻ കാണിച്ച ഹെഡ്ഫോൺ ഓൺ ദ ഇയർ ആണ്, ചെറിയൊരു ഡ്രൈവറാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇന്നിയർ ഹെഡ്ഫോൺസ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ്സെറ്റ് പോലുള്ള സാധനങ്ങൾ, അതിനകത്ത് നിന്ന് നമ്മൾ ഇന്നിയറായിട്ട് അകത്താണ് വെക്കുക. ഈ 3 ടൈപ്പാണ് ശരിക്കും പറഞ്ഞ ഹെഡ്ഫോൺസിലുള്ളത്. പിന്നെ അതിനകത്ത് തന്നെ ഈ ഓവർ ദ ഇയറും ഓൺ ദ ഇയറിനകത്തും വരുന്നൊരു വേറൊരു വ്യത്യാസമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബാക്ക് ഹെഡ്ഫോൺ ഉണ്ട്, ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോൺ ഉണ്ട്. അതായത് ഓപ്പൺ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഗ്രിൽ സെറ്റപ്പ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുകയോ എന്തെങ്കിലും ഓഡിയോ കേൾക്കുക അത്യാവശ്യം ലൗഡായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഹെഡ്ഫോണിൽ നിന്ന് നമുക്ക് ലീക്ക് ഉണ്ടാവും. അതായത് നമുക്കിതിനകത്തൊരു ബ്രീത്തിങ് കിട്ടും. അതായത് ഭയങ്കര ക്ലോസ് ആയിട്ട് സാധാരണ ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്യുന്നവർ ചിലപ്പോൾ അറിയായിരിക്കും. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു, നമ്മുടെ സ്കാർലറ്റ് സോളോ ബണ്ടിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഹെഡ്ഫോൺ ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോണാണ്. അതായത് അത് നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ആ സൗണ്ട് ലീക്ക് ആവില്ല. അതായത് അതിൻ്റെ ബാക്ക് സൈഡ് ക്ലോസ്ഡ് ആണ്, അപ്പോൾ അത് ലീക്കിംഗ് ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ ഒരു എയർ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്. അതായത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലോങ് ടേം ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ഇയർ ഫാറ്റിഗ് ഉണ്ടാവും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് മിക്സിങ് ഇൻ മാസ്റ്ററിങ് അല്ലെങ്കിൽ നമ്മൾ ഒരു ക്രിട്ടിക്കൽ ലിസണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെഡ്ഫോണാണ്. ഇത് റെക്കോർഡിംഗ് ടൈമിൽ നമുക്ക് മൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു പാട്ടിൻ്റെ കരോക്കെ കേൾക്കുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ കരോക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഹെഡ്ഫോണിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റിന് നമ്മൾ കൊടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഹെഡ്ഫോണിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ഓഡിയോ ലീക്കേജ് ഉണ്ടാവും, ഓപ്പൺ ബാക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഈ ലീക്കാവുന്നതും മൈക്ക് ചിലപ്പോൾ പിക്ക് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ വോയിസ് മാത്രമായിട്ട് അതിലേക്ക് റെക്കോർഡ് ആവില്ല, ചെറിയൊരു പോർഷൻ കരോക്കയും കൂടി അതിനകത്ത്. അപ്പോൾ നമുക്കിപ്പോൾ ഇൻ കേസ് ആ വോക്കലിൻ്റെ പോർഷൻസ് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എഡിറ്റ് ചെയ്തൊക്കെ മാറ്റേണ്ടി വരുമ്പോൾ ഈ കരോക്കയുടെ ചെറിയൊരു ലീക്കേജ് അതിനകത്ത് റെക്കോർഡായി കിടക്കുന്നതും കൂടി അതിൻ്റെ കൂടെ കട്ടായി പോകും. അപ്പോൾ അപ്പുറത്തേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഈ അവിടെ ആ വോക്കലിടുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ചെറിയതായിട്ട് ഡിസ്റ്റർബിങ് പോലെ ഈ കരോക്കയുടെ ലീക്കേജും കൂടെ പ്ലേ ആവുമല്ലേ. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിവതും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് സ്കാർലറ്റ് സോളോ ബണ്ടിൻ്റെ കൂടുതൽ ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോൺസ് തരുന്നത്. അത് കൂടുതലും റെക്കോർഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഇതുപോലത്തെ ഒരു ഹൈ ക്വാളിറ്റി ഹെഡ്ഫോൺ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള DT770 മേടിക്കുക, DT770 Pro. അപ്പോൾ അത് ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോണാണ്. അപ്പോൾ ക്ലോസ്ഡ് ബാക്ക് ആകുമ്പോഴത്തേക്ക് ലീക്കേജ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ലൊരു ലിസണിങ് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ മറ്റുള്ള പ്രൊഫഷണൽ ഹെഡ്ഫോണുകളിൽ നിന്നും വേറൊരു വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ പ്രൊഫഷണൽ ഹെഡ്ഫോൺസിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കൂടി കണക്ഷൻ ആയിരിക്കും. ഒരു 3.5 mm അതിന് താഴെയുള്ള ഒരു കേബിൾ കണക്ടർ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതിവിടെ കണക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻ്റഗ്രേറ്റഡ് ആണ് വരുന്നത്. പക്ഷേ നല്ലൊരു ഹൈ ക്വാളിറ്റി കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും നല്ല ഡ്യൂറബിലിറ്റിയാണ്, ചീത്തായി പോവില്ല. പിന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു കൺവേർട്ടറും കൂടി ഉണ്ട്. ഈ കൺവേർട്ടർ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ ഇത് 3.5 mm ആയിട്ട് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാം, പിന്നെ ഫോണിൽ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാം. ഇത് 6.3 mm ഇതിൻ്റെ കൺവേർട്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് വലിയ കണക്ടേഴ്സിനകത്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഹെഡ്ഫോൺ ആംപ്ലിഫയറിലും ഓഡിയോ ഇൻ്റർഫേസിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഫോണിൽ കണക്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഫോണിൽ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക്, അതായത് നമ്മളിപ്പോൾ 100% വോളിയം വെച്ചാലും നമുക്കൊരു അത്യാവശ്യം ലിസണിങ് ലെവലിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ഈ 250 ohms ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ലാപ്ടോപ്പ്, ഇപ്പോൾ മാക്ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുക.
അതിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഓഡിയോ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഹയസ്റ്റ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഹെഡ്ഫോണുകളിലൊന്നാണ് ഈ DT990 Pro. നിങ്ങൾക്കിപ്പോൾ ഒരു ഹെഡ്ഫോൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോണാണോ വേണ്ടത്, ഓപ്പൺ ബാക്ക് ഹെഡ്ഫോണാണോ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം വാങ്ങാൻ. കാരണം ഇതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15,000 രൂപ അടുപ്പിച്ചുണ്ട്. അതായത് ഹെഡ്ഫോൺ സോൺ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കുമ്പോൾ മനസ്സിലാവും 14,999 ആണ് ഇപ്പോഴത്തെ വില. അപ്പം അത്രയും വില കൊടുത്ത് നിങ്ങളൊരു ഹെഡ്ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതകൾ എന്താണ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കണം. പക്ഷേ ഇത് പ്രൈസിന് വർത്താണ്. ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നന്നായിട്ടറിയാം. അപ്പം ഞാനിത് മുമ്പ് കേട്ടിട്ടുണ്ട് കേട്ടോ, ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് വരുന്ന ഓഡിയോ ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ ഫ്രീക്വൻസി ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലോ എൻഡ് മുതൽ ഒരു മിഡ് റേഞ്ച് വരെ അത്യാവശ്യം ഫ്ലാറ്റായിട്ടാണ് കേൾക്കുക. അതായത് നമ്മൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ലേ മിക്സിംഗ് ആൻഡ് മാസ്റ്ററിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ഹൈ എൻഡ് പോർഷനിൽ വരുമ്പോൾ ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ അത് ഡ്രൈവ് ചെയ്യുന്നത് ഒരിത്തിരി ഹൈ ബൂസ്റ്റ് ചെയ്താണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മളിത് പ്രോപ്പർ ഫ്ലാറ്റായിട്ട് ഇതിനെ കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് സോണാർ വർക്ക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റെഫറൻസ് 4 എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ട് അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രീസെറ്റ് ഉണ്ട്. നമുക്കിതിനെ ഫ്ലാറ്റായിട്ട് പ്യുവർലി ഫ്ലാറ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രീസെറ്റ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ കേട്ടിട്ടുണ്ട്, അസാധ്യമായിട്ടുള്ള സൗണ്ടിങ് ആണ്. ഭയങ്കര രസമാണ് ഇതിനകത്ത് കേൾക്കാനായിട്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഗ്യാപ്പ്, അതായത് ഈ സ്പോഞ്ച് കുഷ്യൻ അതിന് കുറച്ച് ഉള്ളിലേക്കാണ് ഇതിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും, നമ്മൾ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നതെന്നൊരു ഫീൽ ഉണ്ടാവും. ചെറിയൊരു ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ നമ്മളൊരു സ്പേസിലിരുന്ന്, ഒരു റൂം സ്പേസിലിരുന്ന് കേൾക്കുന്നൊരു ഫീൽ ഇതിനകത്ത് കിട്ടും. പ്രോപ്പറായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് നമുക്ക് ഇത് വെച്ച് മിക്സ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹെഡ്ഫോൺ ജസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. കൂടെ ഏതൊക്കെ ടൈപ്പ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഹെഡ്ഫോണാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് ചെറിയൊരു ബ്രീഫ് ഐഡിയ തന്നിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വളരെ നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോടെല്ലാം എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാരണം ഇപ്പോൾ ഒരു 3,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ്. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലുള്ള ഒരുപാട് കണ്ടൻറ്റ് ഞാൻ ഇനി ഇടുന്നുണ്ട്. അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് പോയിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യണം. കാരണം ഞാൻ പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ കമൻറ്റായിട്ട് ടൈപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ ചില സംശയങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് റീൽസോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ കമൻസിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടാൽ മതിയല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതൊരു വലിയ വീഡിയോ ആവും. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ടോ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അതിനുള്ള റിപ്ലൈ, അങ്ങനെ തരേണ്ടുന്ന റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വീഡിയോസ് ഇടും. അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൂടി നിങ്ങളൊന്ന് കയറി ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. കാരണം നിങ്ങളുടെ റെസ്പോൺസാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിനെ വളർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻസുകളും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും കമൻസായിട്ട് ഇടാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻസായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോയിലെ കണ്ടൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. ദിസ് ഈസ് റിജോ സൈനിങ് ഓഫ്.